ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മളിന്ന് ഹിസ്റ്ററിയുടെ ബാക്കി പോർഷൻസ് ഒക്കെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പോർഷൻസിലേക്ക് പോകാം. സ്പ്ലെൻഡിഡ് ടെമ്പിൾസ് ആൻഡ് ബ്രോൺസ് സ്കൾപ്ചർ. The big temples of Tanjavur and Gangaikonda Cholapuram, built by Rajaraja and Rajendra, are architectural and sculptural marvels. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ടുള്ള ഈ തഞ്ചാവൂരും പിന്നെ ഗംഗൈകൊണ്ട ചോലാപുരം എന്ന് പറയുന്ന ഈ ടെമ്പിൾസൊക്കെ രാജരാജയും രാജേന്ദ്രയൊക്കെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ സ്കൾപ്ചർ ഒക്കെ വളരെ ആശ്ചര്യമുളവാക്കുന്ന, അതായത് ഇതിൻ്റെ ഒരു വാസ്തുവിദ്യയും പിന്നെന്താ പറയുന്നത് സ്കൾപ്ചേഴ്സൊക്കെ വളരെ ആശ്ചര്യമുളവാക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബിഗ് ടെമ്പിൾസ് തഞ്ചാവൂരുള്ളതും ഗംഗൈക്കോട്ട ചോലാപുരം ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ടെമ്പിൾസാണ്. ഇത് രാജരാജയും രാജേന്ദ്രയുമാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാസ്തുവിദ്യയും സ്കൾപ്ചേഴ്സൊക്കെ വളരെ ആശ്ചര്യമുളവാക്കുന്നതുമാണ്. Chola temples often became the nuclei of settlements which grew around them. These were centers of craft production. Temples were also endowed with land by rulers as well as by others. അതുപോലെ ഈ ചോല രാജവംശത്തിലുള്ള ആൾക്കാർ നിർമ്മിച്ചിട്ടുള്ള ഈ ചോല ടെമ്പിൾസ് എന്ന് പറയുന്നത് അവിടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു സെൻറ്റർ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരുപാട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസൊക്കെ ഈ സെൻറ്ററിൽ നിന്നാണ് ഡെവലപ്പായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അമ്പലം ഇരിക്കുന്ന ലാൻഡ് റൂളേഴ്സിൻ്റെ പിന്തലമുറക്കാരും മുൻതലമുറക്കാരും ഒക്കെയാണ് കൈമാറി വന്നുകൊണ്ടിരിക്കുന്നത്. The produce of this land went into maintaining all the specialists who worked at the temple and very often lived near it. Priests, garland makers, cooks, sweepers, musicians, dancers, etc. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന ഈ ക്ഷേത്രത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന പ്രീസ്റ്റിനും ഗാർലൻഡ് മേക്കേഴ്സിനും അതുപോലെ തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന കുക്സിനും സ്വീപ്പേഴ്സിനും മ്യൂസീഷ്യൻസിനും ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നു. In other words, temples were not only places of worship, they were the hub of economic, social and cultural life as well. എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിൾസ് പൂജ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ല, അതിനുപരിയായി എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് നയിക്കാനായിട്ടുള്ള ഒരു ഹബ്ബായി കൂടി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ചോല രാജവംശത്തിൻ്റെ അവർ നിർമ്മിച്ചിട്ടുള്ള ഈ തഞ്ചാവൂർ ക്ഷേത്രവും അതുപോലെ തന്നെ ഈ ഗംഗൈകൊണ്ട ചോലാപുരം അവിടെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും പ്രയോജനമായിട്ട് ചെയ്യുകയായിരുന്നു. Among the craft associated with temples, the making of bronze images was the most distinctive. ഇവിടെ വളരെ ശ്രദ്ധയായിട്ടുള്ള വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ നിർമ്മിച്ചിട്ടുള്ള ബ്രോൺസ് ഇമേജസ് ആണ്. Chola bronze images are considered among the finest in the world. While most images were of deities, sometimes images were made of devotees as well. അപ്പം ഈ ചോല ബ്രോൺസ് ഇമേജസ് എന്ന് പറയുന്നത് വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ്. വളരെ പ്രസിദ്ധമാണ് ഈ ചോല ബ്രോൺസ് ഇമേജസ് എന്ന് പറയുന്നതും. മിക്കപ്പോഴും ഈ ബ്രോൺസ് ഇമേജ് ഡയറ്റീസിനെ കുറിച്ച്, അതായത് ദൈവങ്ങളുടെയൊക്കെ ഇമേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഡിവോട്ടീസിൻ്റെ ഇമേജസ് കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പം ചോല ബ്രോൺസ് ഇമേജസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഡിവോട്ടീസിൻ്റെയും ഡയറ്റീസിൻ്റെയും ഒക്കെ ഇമേജസ് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ചോല ഡൈനാസ്റ്റി എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് പവർ വന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്രയും ഒരുപാട് റീജിയൻസിനെ കൺട്രോൾ എങ്ങനെയാണ് അവരുടെ കയ്യിൽ വന്നത് നമ്മൾ പഠിച്ചല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പം ടെമ്പിൾസിനെ കുറിച്ചും അവിടുത്തെ ബ്രോൺസ് സ്കൾപ്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമുക്കിവിടുത്തെ അഗ്രികൾച്ചറിനെ കുറിച്ചും ഇറിഗേഷനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. അഗ്രികൾച്ചർ ആൻഡ് irrigation. Many of the achievements of the Cholas were made possible through new developments in agriculture. ഈ ചോല രാജവംശത്തിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു അഗ്രികൾച്ചറിലുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കാരണം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് മാപ്പ് 2 again. Notice that the river Kaveri branches off into several small channels before emptying into the Bay of Bengal. അപ്പം ഈ കാവേരി എന്ന് പറയുന്ന ആ ഒരു റിവർ ബേ ഓഫ് ബംഗാളിൽ ചെന്നാണ് അവസാനിക്കുന്നത് അല്ലേ.
അപ്പം ഈ ബേ ഓഫ് ബംഗാളിലേക്ക് ഈ കാവേരി എത്തുന്നതിന് മുന്നേ തന്നെ അത് ഒരുപാട് ഡിഫറെൻറ്റ് ചാനൽസ്, അതായത് ചെറിയ ചെറിയ നദികളായിട്ട് വീണ്ടും ഇത് തിരിഞ്ഞ് പോകുന്നുണ്ട്. അതായത് നമ്മൾ ട്രൈബ്യൂട്ടറീസ് എന്നൊക്കെ പഠിക്കും അല്ലേ. അപ്പോൾ ഈ കാവേരി നദി ബേ ഓഫ് ബംഗാളിൽ എത്തുന്നതിന് മുന്നേ സ്മോൾ ചാനൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. These channels overflow frequently, depositing fertile soil on their banks. അപ്പോൾ ഈ നദി, അതായത് ഈ കുഞ്ഞു കുഞ്ഞു നദികളൊക്കെ ഓവർഫ്ലോ ചെയ്യുക, അങ്ങനെ അതായത് കരകവിഞ്ഞൊഴുകുക. ഓക്കെ, അങ്ങനെ ഈ ചെറിയ ചെറിയ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ഇതിൻ്റെ തീരത്തൊക്കെ നല്ല ഫെർട്ടൈൽ സോയിൽ ഡിപ്പോസിറ്റ് ചെയ്യും. Okay, water from the channels also provides the necessary moisture for agriculture, particularly the cultivation of rice. അതിനോടൊപ്പം തന്നെ വാട്ടർ ആവശ്യത്തിന് ലഭിക്കും അല്ലേ. എന്തായാലും നദിയുടെ തീരത്താവുമ്പം ഇഷ്ടം പോലെ വെള്ളവും ലഭിക്കും. അപ്പോൾ ഈ വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഫെർട്ടൈലായിട്ടുള്ള സോയിലും ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഈ ബാങ്ക്സിൽ, ഈ ചെറിയ ചെറിയ നദികളുടെ ബാങ്ക്സിൽ അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ പർട്ടിക്കുലറായിട്ട് അത് എടുത്തു പറയുകയാണെങ്കിൽ റൈസിൻ്റെ കൾട്ടിവേഷന് വളരെ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഈ കാവേരി റിവറിൻ്റെ ചെറിയ ചെറിയ സ്മോൾ ചാനൽസിൻ്റെ തീരത്തുള്ളത്. ഓക്കെ, അപ്പം കാവേരി നദി ബേ ഓഫ് ബംഗാളിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ ചെറിയ ചാനൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നദികളൊക്കെ, ഈ കുഞ്ഞു കുഞ്ഞു നദികൾ ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യാറുണ്ട്. അത് കാരണം ഫെർട്ടൈൽ സോയിലൊക്കെ അതിൻ്റെ തീരത്ത് വന്ന് അടിയാറുണ്ട്. ഈ ഫെർട്ടൈൽ സോയിലിൻ്റെയും അതുപോലെ തന്നെ ഈ നദിയിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ അഗ്രികൾച്ചർ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിനൊരു പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ റൈസിൻ്റെ കൾട്ടിവേഷനാണ് നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചോല രാജവംശത്തിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു അഗ്രികൾച്ചറിലുള്ള പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Although agriculture had developed earlier in other parts of Tamil Nadu, it was only from the 5th and 6th century that this area was opened up for large scale cultivation. ഇതിനു മുന്നേ തന്നെ, അതായത് ചോല രാജവംശം ഉണ്ടാകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇവർ അഗ്രികൾച്ചർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇങ്ങനെ ലാർജ് സ്കെയിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കാവേരി നദിയുടെ സ്മോൾ ബ്രാഞ്ചസിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5th അല്ലെ 6th സെഞ്ച്വറിയിലാണ്. Forests had to be cleared in some regions, land had to be leveled in other areas. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെയുള്ള ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് മാറ്റിയിട്ട് വേണമായിരുന്നു അവിടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ ലെവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ നല്ല സ്ലോപ്പായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വളരെ പാടാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ലാൻഡൊക്കെ ലെവൽ ചെയ്യേണ്ടി വന്നു. അപ്പം ചില സ്ഥലങ്ങളിൽ ഫോറസ്റ്റൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നു, ചില സ്ഥലങ്ങളിൽ ലാൻഡ് ലെവൽ ചെയ്യേണ്ടി വന്നു. In the delta region, embankments had to be built to prevent flooding. അതുപോലെ തന്നെ ഡെൽറ്റ റീജിയൻ, അതായത് ചെറിയ ചെറിയ തുരുത്തുകളൊക്കെയുള്ള സ്ഥലങ്ങളിൽ എംബാങ്ക്മെൻറ്റ്സ്, അതായത് ചിറ കെട്ടുക നമ്മൾ കേട്ടിട്ടില്ലേ. കാരണം ഇവിടെ ഫ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിറ കെട്ടിയിട്ട് വേണമായിരുന്നു ഇവിടെ കൃഷി ചെയ്യാനായിട്ട്. ഓക്കെ, and canals had to be constructed to carry water to the fields. In many areas 2 crops were grown in a year. അതുപോലെ തന്നെ കനാൽസ് നിർമ്മിക്കേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫീൽഡിലേക്കൊക്കെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും 2 ക്രോപ്സ്, ഒരേ വർഷം തന്നെ 2 ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇവിടെ ഓൾറെഡി തമിഴ്നാട്ടിൽ ഇതിന് മുന്നേയും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 5th അല്ലെങ്കിൽ 6th സെഞ്ച്വറിയിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കാവേരി നദിയുടെ സ്മോൾ ബ്രാഞ്ചസിൻ്റെയൊക്കെ തീരത്തും കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇവർ ചില സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് മാറ്റി ഭൂമി എടുക്കേണ്ടതായിട്ട് വന്നു, ചില സ്ഥലങ്ങളിൽ ലാൻഡ് ലെവൽ ചെയ്യേണ്ടതായിട്ട് വന്നു, ചില ഡെൽറ്റ റീജിയൻസിലൊക്കെ എംബാങ്ക്മെൻറ്റ്സ് നിർമ്മിക്കേണ്ടതായിട്ട് വന്നു, കാരണം ഫ്ലഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കനാൽസും നിർമ്മിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും 2 ക്രോപ്സാണ് ഒരേ ഇയറിൽ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും.
In many cases, it was necessary to water crops artificially. അപ്പോൾ പല സ്ഥലങ്ങളിലും ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ഈ നദിയിൽ നിന്നൊന്നും വെള്ളം കിട്ടുന്നത് പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം ഈ ക്രോപ്സിനൊക്കെ അല്ലേ. അപ്പം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം നനച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു ഈ ക്രോപ്സിനൊക്കെ. A variety of methods were used for irrigation. In some areas, wells were dug. In other places, huge tanks were constructed to collect rainwater. പല സ്ഥലങ്ങളിലും ഈ പുതിയ പുതിയ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കിണറുകൾ നിർമ്മിച്ചുകൊണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂജ് ടാങ്ക്സ് കൺസ്ട്രക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മഴ പെയ്യുമ്പം ഈ ടാങ്കിനകത്ത് വെള്ളം കളക്ട് ചെയ്യും. ഈ വെള്ളം ഉപയോഗിച്ച് അവർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് അവർ കുറേ ഇറിഗേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും വെൽസ്, മറ്റേത് ഈ ഹ്യൂജ് ടാങ്ക്സ്. Remember that irrigation works require planning, organizing labor and resources. Maintaining these works and deciding on how water is to be shared. അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ വർക്ക്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്ലാനിങ് വേണം. എന്തിനൊക്കെ? ലേബറിൻ്റെ കാര്യത്തിലും അതുപോലെ അതിന് വേണ്ട റിസോഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് ഈ വെള്ളം ശേഖരിക്കേണ്ടതെന്നും അതെങ്ങനെയൊക്കെയാണ് ഈ ക്രോപ്സിന് യൂട്ടിലൈസ് ചെയ്യത്തക്ക വിധത്തിൽ കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരുപാട് പ്ലാനിങ് ചെയ്യേണ്ടതായിട്ട് വന്നു. Most of the new rulers as well as people living in villages took an active interest in these activities. അപ്പോൾ പുതിയതായിട്ട് ഈ ചോല രാജവംശത്തിൽ വന്നിട്ടുള്ള റൂളേഴ്സും അതുപോലെ തന്നെ ആ വില്ലേജിൽ താമസിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ വളരെ അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യാനും അതുപോലെ ഇറിഗേഷനും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ആൾക്കാരൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ഇവിടെ ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ നടന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എംപയർ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അതുകൂടെ പഠിക്കുന്നതോടെ നമ്മുടെ ചാപ്റ്റർ തീരും അല്ലേ. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.